പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇടയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. യെസ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ്. ഓപ്ഷൻ എ ദാദാഭായ് നൗറോജി, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി ബദറുദ്ദീൻ തിയാബ്ജി, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മെഹ്ത. ആരാണ്? ദാദാഭായ് നൗറോജി തന്നെയാണ് അല്ലെ. ഉത്തരം ദാദാഭായ് നൗറോജി തന്നെയാണ്. ദാദാഭായ് നൗറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഏഷ്യക്കാരനും അഥവാ ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് ആര്? ദാദാഭായ് നൗറോജി. ഈ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ അഥവാ ആദ്യ ഏഷ്യക്കാരനാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി ആവശ്യങ്ങൾ അവതരിപ്പിച്ചത് ദാദാഭായ് നൗറോജി ആയിരുന്നു. അതുകൊണ്ടാണ് ദാദാഭായ് നൗറോജിയെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിളിക്കുക. അപ്പൊ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജിയാണ്. ഏറ്റവും ഉയർന്ന പ്രായത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വലിയൊരു വിഭജനം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോഴാണ് 1906 കൽക്കട്ട സമ്മേളനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഏറ്റവും ഉയർന്ന പ്രായത്തിൽ INC പ്രസിഡന്റ് ആയിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ ദാദാഭായ് നൗറോജിയെ എന്തെന്ന് വിളിക്കാറുണ്ട്? ഇന്ത്യയുടെ വന്യവയോധികൻ, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ദാദാഭായ് നൗറോജി തന്നെയാണ്. ഇവിടുത്തെ ചോദ്യത്തിൽ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചത് കൊണ്ട് ദാദാഭായ് നൗറോജി നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? യെസ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ ഭരണ സംബന്ധമായ പല കാര്യങ്ങളും ആദ്യമായി ബ്രിട്ടന് മുമ്പിൽ അവതരിപ്പിച്ചത് ദാദാഭായ് നൗറോജി. അതുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നൗറോജി. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, പിന്നെ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആര് തന്നെ? ദാദാഭായ് നൗറോജി തന്നെ. മിതവാദികളുടെ നേതാവായ ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്നത് എവിടത്തെ സോക്രട്ടീസ് എന്നറിയാമോ? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബദറുദ്ദീൻ തിയാബ്ജിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ബോംബെ ഹൈക്കോടതിയിലെ ഇന്ത്യക്കാരനായ ആദ്യ ജഡ്ജിയാണ് ആരാ? ബദറുദ്ദീൻ തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. അതോടൊപ്പം ബോംബെ ഹൈക്കോടതിയിലെ ഇന്ത്യക്കാരനായ ആദ്യ ജഡ്ജിയും ബദറുദ്ദീൻ തിയാബ്ജി തന്നെ. ഇനി ഫിറോസ് ഷാ മെഹ്തയിലേക്ക് പോകാം. ഫിറോസ് ഷാ മെഹ്തയും നിയമപാലനവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി സേവനം ചെയ്ത വ്യക്തിയാണ് ഫിറോസ് ഷാ മെഹ്ത. ഫിറോസ് ഷാ മെഹ്തയെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, ദ റോറിംഗ് ലയൺ ഓഫ് ബോംബെ ഹൈക്കോർട്ട്. ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മെഹ്ത. ആ ബോംബെ ഹൈക്കോടതിയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജ് ആയിരുന്നു ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ഓക്കെ അല്ലെ? മറക്കില്ലെന്ന് എഴുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണേ. യെസ്, ഗോപാലകൃഷ്ണ ഗോഖലയെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിളിക്കുന്നു. ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാഗോവിന്ദ് റാനഡെ. ആ മഹാഗോവിന്ദ് റാനഡെ അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടീസ്. ബദറുദ്ദീൻ തിയാബ്ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ്. ബോംബെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ജഡ്ജിയും ബദറുദ്ദീൻ തിയാബ്ജി തന്നെ. ഫിറോസ് ഷാ മെഹ്ത എന്താണ് അറിയപ്പെടുക? ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നു. ഫിറോസ് ഷാ മെഹ്തയെ കുറിച്ച് PS ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെയുണ്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1915 ജനുവരി 9-ാം തീയതിയാണെന്ന് അറിയാം അല്ലെ. ഗാന്ധിജിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് തന്നെ? ഫിറോസ് ഷാ മെഹ്ത തന്നെ.
ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ അല്ലെ? പോർച്ചുഗീസുകാർ വന്നത് നിങ്ങൾക്കറിയാം വാസ്കോഡ് ഗാമയുടെ നേതൃത്വത്തിൽ 1498 മെയ് മാസം 20-ാം തീയതി. ഇവർ ആദ്യമായി എത്തിച്ചേർന്നത് എവിടെയെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടുമാണ്. കോഴിക്കോടാണ് എത്തിച്ചേരുക. കോഴിക്കോട് എന്ന പട്ടണം പണിയെടുപ്പിക്കപ്പെട്ടത് 1295-ലാണ് അല്ലെ? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമ്രാജ്യത്തിന്റെ പേര് നെടിയിരിപ്പ് സ്വരൂപം. അപ്പോ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരനെ വാസ്കോഡ് ഗാമയാണ് എത്തിച്ചേരുക 1498 മെയ് മാസം 20-ാം തീയതി. എവിടെ? കോഴിക്കോട്. ഈ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേരെന്താ? നെടിയിരിപ്പ് സ്വരൂപം അല്ലെ? ഈ കോഴിക്കോട് പണികഴിപ്പിക്കപ്പെട്ടത് എന്നാണ്? 1295. ഈ വർഷം PSC ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നേ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിലവിലുള്ളതിൽ വെച്ച കേരളത്തിലെ ഏറ്റവും പഴയ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോടിനെ സത്യത്തിന്റെ തുറമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഇബൻ ബത്തൂത്തയായിരുന്നു. ഓക്കെ, അപ്പൊ നിലവിലുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും പഴയ നഗരമാണ്, അഥവാ തലസ്ഥാന നഗരമാണ് കോഴിക്കോട്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ നഗരം എന്നാണ് ചോദ്യമെങ്കിൽ, ആദ്യ തലസ്ഥാന നഗരം എന്നാണ് ചോദ്യമെങ്കിൽ, നമ്മൾ മുസിരീസ് പറയും. മുസിരീസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ മുസിരീസ് കേരളത്തിൽ ആദ്യ നഗരമാണല്ലോ. എന്നാ നശിച്ചു പോയേ? അതും നിങ്ങൾക്കറിയാം, 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ. അപ്പൊ കേരളത്തിലെ ആദ്യ നഗരമായ മുസിരീസ്, അതായത് കൊടുങ്ങല്ലൂർ, നശിച്ചു പോയത് 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ഇന്ന് നിലവിലുള്ളതിൽ വെച്ച കേരളത്തിലെ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ആ കോഴിക്കോട് പട്ടണം പണികഴിപ്പിക്കപ്പെട്ടത് 1295. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗഡ്. ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ താഴെ പറയുന്നു. ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. നോക്കിയാലോ. ഡ്യുവൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനം സ്വീകരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണോ? ശരിയാണ്. ഡ്യുവൽ ഗവൺമെന്റ് ആദ്യമായി കൊണ്ടുവന്ന ആരാ? ദ്വിഭരണ സമ്പ്രദായം. നികുതി സമ്പ്രദായവും നീതിന്യായ സമ്പ്രദായവും. ഇതാണ് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഈ ദ്വിഭരണ സംവിധാനം. ദ്വിഭരണ സംവിധാനം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു അല്ലെ? നമുക്കറിയാം. ദ്വിഭരണ സംവിധാനം കൊണ്ടുവന്നത്, ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാറൻ ഹേസ്റ്റിങ്സ് അത് നിർത്തലാക്കി. വാറൻ ഹേസ്റ്റിങ്സ് നിർത്തലാക്കിയ ദ്വിഭരണ സംവിധാനം വീണ്ടും ആര് കൊണ്ടുവന്നു? യെസ്, കോൺവാലിസ് കൊണ്ടുവന്നു. ഈ കോൺവാലിസ് കൊണ്ടുവന്ന ദ്വിഭരണം പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലനിന്ന കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദ്വിഭരണം എന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാരുടേതാണ്. ശരിയാണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ ഇംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. തീർച്ചയായിട്ടും ശരിയാണ്. റെഗുലേറ്റിംഗ് ആക്ട് രൂപീകരിച്ചത്, റെഗുലേറ്റിംഗ് ആക്ട് 1773 ആ നിയമം അനുസരിച്ച് 1774 തന്നെയാണ് സർ എലിജ ഇംബെ ചീഫ് ജസ്റ്റിസായി കൽക്കട്ടയില് സുപ്രീം കോടതി ആരംഭിക്കുക. അതും ശരിയാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രധാന ലണ്ടനിലെ കമ്പനിയുടെ അധികാരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുക എന്നത് തന്നെയായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റ് ഡ്രാഫ്റ്റ് ചെയ്തത് കൊണ്ടാണ് അതിന്റെ പേരിൽ അറിയപ്പെടുക, പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുക അല്ലെ? യെസ്, അതും ശരിയാണ്. 1813 ചാർട്ടർ നിയമം വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടു. തീർച്ചയായും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുടെ വ്യാപാര കുത്തക നഷ്ടമായത് 1813 ചാർട്ടർ ആക്ട് പ്രകാരം തന്നെ. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ള കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും കച്ചവടം നടത്തുവാൻ ബ്രിട്ടീഷ് പാർലമെന്റ് അനുമതി നൽകി. അപ്പോൾ ഉദാരമായ സമീപനമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം. ഉദാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% ഉദാരമൊന്നുമല്ല. മറ്റുള്ള രാജ്യങ്ങൾ കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കച്ചവടം നടത്തുന്നതിനുള്ള, ഈ ബ്രിട്ടീഷ് അധികാര പ്രദേശത്താണ് കച്ചവടം നടത്തുന്നതെങ്കിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടന് അതുമായി ബന്ധപ്പെട്ട നികുതി നൽകേണ്ടതാണ്. അപ്പൊ എങ്ങനെയും ലാഭം കൊയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശം കേട്ടോ. പിന്നെ ഈ 1813 ചാർട്ടർ നിയമം PSC ഒരുപാട് തവണ ചോദിക്കുന്ന ചോദ്യമാണ്.
കാരണം മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടടാ. 1813 ചാർട്ടർ നിയമം അനുസരിച്ച് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാര കുത്തക അവസാനിപ്പിച്ചു. 2, നമ്മുടെ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് യൂറോപ്പിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകി. യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകി. അത് പ്രകാരം കേരളത്തിലെത്തിയ യൂറോപ്യൻ മിഷണറിമാരായിരുന്നു LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, BEM, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ തുടങ്ങിയവ. ഇതിൽ ആദ്യം വന്ന LMS ആണ് 1816. അപ്പോൾ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയത്, അല്ലെങ്കിൽ മതപ്രചരണത്തിനുള്ള അനുമതി നൽകിയത് 1813 ചാർട്ടർ ആക്ടിലൂടെയാണ്. അക്കാര്യം വളരെ പ്രാധാന്യമുണ്ട്, മറന്നുപോകല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ ഇത് 4ഉം ശരി എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മറന്നുപോകല്ലേ. 1642 മുതൽ 51 വരെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്നാണ് ഉടലെടുത്തത്. രാജാവും സഭയും, രാജാവും ഫ്യൂഡൽ പ്രഭുക്കന്മാരും, രാജാവും പാർലമെന്റും, രാജാവും സൈന്യവും. ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായും ചോദ്യം കാണുന്നത് പെട്ടെന്ന് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്ത്യയില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ കോട്ട പണികഴിപ്പിച്ചത് എവിടെ നിന്ന് പഠിക്കും? ആദ്യ കോട്ട പണികഴിപ്പിച്ച് എവിടെ നിന്ന് പഠിക്കൂടാ? യെസ്, 1644 ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ട, ബ്രിട്ടീഷ് സൈനിക താവളം പണികഴിപ്പിച്ചത് മദ്രാസിലായിരുന്നു. അതിന്റെ പേര് സെന്റ് ജോർജ് കോട്ട എന്നായിരുന്നു, സെന്റ് ജോർജ് ഫോർട്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഒരു കോട്ട പണികഴിപ്പിച്ചത് മദ്രാസിലായിരുന്നു, സെന്റ് ജോർജ് ഫോർട്ട്. യഥാർത്ഥത്തില് ഈ മദ്രാസിൽ കോട്ട, സൈനിക താവളം പണികഴിപ്പിക്കാനല്ല സ്ഥലം മേടിച്ചത്. ആ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ അധികാര പ്രദേശമില്ലല്ലോ. അതുകൊണ്ട് 1639 മദ്രാസിലെ ചന്ദ്രഗിരി രാജാവിൽ നിന്ന് പാലസ്, ഒരു കൊട്ടാരം പണികഴിപ്പിക്കുവാൻ സ്ഥലം വിലയ്ക്ക് വാങ്ങി. ചന്ദ്രഗിരി രാജാവിൽ നിന്ന് സ്ഥലം വിലയ്ക്ക് വാങ്ങി. ഈ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് ഇംഗ്ലണ്ടില് സ്വാഭാവികമായിട്ടും 1229 മുതൽ ചാൾസ് ഒന്നാമനെതിരെ പാർലമെന്റുകളിൽ പ്രതിഷേധമുണ്ട്, പാർലമെന്റ് പിരിച്ചുവിട്ടതുകൊണ്ട്. അപ്പോ ഇംഗ്ലണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാറി താമസിക്കുക. കാരണം രാജാക്കന്മാർ നമുക്കറിയാലോ, പണ്ട് കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പലായനം ചെയ്യും സുരക്ഷിതമായ സ്ഥാനത്തേക്ക്. അങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നാൽ തനിക്ക് സുരക്ഷിതമായ ഒരു ഭൂപ്രദേശം വേണം എന്നൊരു കാഴ്ചപ്പാടിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കച്ചവട സ്ഥാപനത്തിന്റെ കീഴിൽ ഒരു കൊട്ടാരം പണികഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്രാസിലെ ചന്ദ്രഗിരി രാജാവിൽ നിന്ന് സ്ഥലം വിലയ്ക്ക് വാങ്ങിയത്. തുടർന്ന് ആഭ്യന്തര യുദ്ധം രൂക്ഷമായപ്പോൾ കൂടുതൽ സൈനിക ശക്തി കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കൊട്ടാരം പണികഴിപ്പിക്കാൻ വാങ്ങിയ സ്ഥലത്ത് മദ്രാസിൽ ഒരു കോട്ട പണികഴിപ്പിച്ചു. തുടർന്ന് കുറേയധികം ബ്രിട്ടീഷ് സൈനികർ എത്തിച്ചേർന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സൈനികരെ ഏകീകരിക്കാനായിട്ട് കോട്ട സ്ഥാപിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ സൈനിക താവളം ആരംഭിക്കുകയും പ്രാദേശികരായ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കോട്ട പണികഴിപ്പിക്കുന്നത്. അതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ഫാക്ട്. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? രാജാവും പാർലമെന്റും. അതാണ് ശരിയായ ഉത്തരം. ആ സമയത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ കോട്ട എവിടെ പണികഴിപ്പിക്കുക? 1644 മദ്രാസിൽ. അതിന്റെ പേര് സെന്റ് ജോർജ് ഫോർട്ട്. അപ്പൊ നമ്മുടെ ഇവ സ്വാഭാവികമായിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും.
കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾ അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പണികഴിപ്പിച്ച ആദ്യത്തെ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു കോട്ടയുണ്ട്. പ്ലാസി യുദ്ധത്തിന് കാരണമായ 1757 പ്ലാസി യുദ്ധത്തിന് കാരണമായ കൽക്കട്ടയിലെ വില്യം കോട്ട. ഓപ്ഷനിൽ ചിലപ്പോ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കോട്ട ഏതെന്ന് ചോദിച്ചിട്ട് വില്യം കോട്ട എന്ന് തന്നേക്കാം. അപ്പൊ നിങ്ങൾ മാറിപ്പോകരുത്. വില്യം കോട്ട പണികഴിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാര് കൽക്കട്ടയിലെ വില്യം കോട്ട പണികഴിപ്പിക്കുന്നത് ഏത് വർഷമാണ്? 1702 അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ടയിൽ വില്യം കോട്ട പണികഴിപ്പിക്കുന്ന 1702 ആ വില്യം കോട്ട പിടിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡിയിലേക്കും അതോടൊപ്പം എന്തിലേക്കും പോവുക? യെസ്, പ്ലാസി യുദ്ധത്തിലേക്കും പോവുക. നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇത്രയും പറഞ്ഞല്ലോ. കേരളത്തിൽ വില്യം കോട്ട പണികഴിപ്പിച്ചത് ഏത് യൂറോപ്യൻ ശക്തിയാണ്? ഉത്തരം ഡച്ചുകാരാണ് തൃശ്ശൂരിൽ. അപ്പോ കൽക്കട്ടയിൽ വില്യം കോട്ട പണികഴിപ്പിച്ച ബ്രിട്ടീഷുകാരാണ് 1702. കേരളത്തിൽ വില്യം കോട്ട പണികഴിപ്പിച്ച യൂറോപ്യൻ ശക്തി എന്നാണ് ചോദ്യമെങ്കിൽ അത് ഡച്ചുകാരാണ്. ആ വില്യം കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലുമാണ്. മറക്കരുതേ. യെസ്, നമ്മൾ ആ വില്യം കോട്ട എന്ന് പറഞ്ഞത് കൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കോട്ട ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ 1744 മദ്രാസിൽ. അതിന്റെ പേര് സെന്റ് ജോർജ് കോട്ട എന്നായിരുന്നു. കൽക്കട്ടയിൽ വില്യം കോട്ട പണികഴിപ്പിച്ചത് 1702 എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്ത, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആണ്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗണ്ട് ബാറ്റൻ പ്രഭു, സി രാജഗോപാലാചാരി. ഉത്തരം സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 1947 ഓഗസ്റ്റ് മാസം 15 അല്ലെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വൈസ്രോയി എന്ന സ്ഥാനം മാറുകയും പകരം ഗവർണർ ജനറൽ എന്ന തസ്തിക രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അതുവരെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ഓഗസ്റ്റ് 15 മുതൽ എന്തായിട്ട് മാറി? ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. അപ്പൊ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിൽ നിന്ന് പോയില്ലേ? പോയെന്നേ. നിങ്ങൾക്കറിയാം, 1947 ഫെബ്രുവരി മാസം 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തി. ഇത് ആറ്റ്ലി പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുക. ആറ്റ്ലി പ്രഖ്യാപനം എന്നായിരുന്നു 1947 ഫെബ്രുവരി 20. അതിലൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ല. അതിന്റെ ഉള്ളടക്കം എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കും. 1948 ജൂൺ മാസത്തിന് മുൻപ് പൂർണ്ണമായും അധികാരം ഇന്ത്യക്ക് വിട്ടു നൽകും. ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കും. രണ്ട്, 1948 ജൂൺ മാസത്തിന് മുൻപ് അധികാരം പൂർണ്ണമായും ഇന്ത്യക്ക് വിട്ടു നൽകും. ഈ രണ്ടാമത്തെ പ്രഖ്യാപനത്തിന്റെ കാതലെന്ന് പറയുന്നത് ഇന്ത്യയിൽ സേവനം ചെയ്യുന്ന ഒരുപാട് ബ്രിട്ടീഷ് പൗരന്മാരുണ്ട്. ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടുംബാംഗങ്ങളുണ്ട്. അപ്പോ അവരെ സുരക്ഷിതമായിട്ട് ബ്രിട്ടനിൽ എത്തിക്കണം. അതുകൊണ്ട് തന്നെ 1946 സെപ്റ്റംബർ 2 താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചപ്പോഴും അതിലെ കർശന നിർദ്ദേശമായിരുന്നു സൈനിക മേധാവി ബ്രിട്ടീഷുകാരായിരിക്കും. വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് കൈമാറും. ഓരോ വകുപ്പിനും മന്ത്രിമാരെയൊക്കെ നിയമിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൈനിക വിഭാഗത്തിന്റെ ചുമതല ഇപ്പോഴും ആരായിരിക്കും? അതായത് ക്രമസമാധാനത്തിന്റെ ചുമതല ബ്രിട്ടൻ ആയിരിക്കും, ബ്രിട്ടീഷ് പൗരനായിരിക്കും, അല്ലെ? അപ്പോ 1947 ഫെബ്രുവരി 20 പ്രഖ്യാപിക്കുകയാണ്. 48 ജൂണിന് മുൻപ് അധികാരം പൂർണ്ണമായി ഇന്ത്യക്ക് കൈമാറും. ഈ ഒരു കാലാവധിക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നതാണ് ദൗത്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ പാകിസ്ഥാനില് അതിനുശേഷം ബ്രിട്ടീഷ് പൗരന്മാരൊന്നും ഭരണാധികാരിയില്ലായിരുന്നല്ലോ? സ്വതന്ത്ര ഇന്ത്യയും സ്വതന്ത്ര പാകിസ്ഥാനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വതന്ത്ര പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് പൗരന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അവിടെ 1947 ഓഗസ്റ്റ് 14 മുൻപ് തന്നെ ബ്രിട്ടീഷ് പൗരന്മാരെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് നിന്ന് ബ്രിട്ടനിൽ എത്തിച്ചിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന
അതിവിസ്തൃതമായ രാജ്യത്ത് അത് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ദീർഘമായി അദ്ദേഹം പറയുക. ഓക്കെ, അങ്ങനെ 48 ജൂൺ മാസം വരെ ആര് ഗവർണർ ജനറൽ ആയിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാനിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരൊന്നും ഇല്ല. ഇന്ത്യയിലാണ് മൗണ്ട് ബാറ്റൻ ഗവർണർ ജനറൽ ആയിട്ട് സേവനം ചെയ്തത്. എപ്പോഴും വരെ? 48 ജൂൺ വരെ. തുടർന്ന് മൗണ്ട് ബാറ്റൻ തിരികെ പോവാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരും അങ്ങ് എത്തിക്കഴിഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. തിരികെ പോകുന്നു. തുടർന്ന് ആര് ഗവർണർ ജനറലായി? സി രാജഗോപാലാചാരി. അപ്പോൾ സി രാജഗോപാലാചാരിക്ക് ഒരു ചോദ്യമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ അഥവാ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. മറക്കില്ലല്ലോ. ഓക്കെ, സി രാജഗോപാലാചാരിയാണ്. അവിടെ ഇനിഷ്യല് ഇമ്പോർട്ടന്റ് ആണ്. പി രാജഗോപാലാചാരി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം എവിടെയുള്ള ആളാ? യെസ്, തിരുവിതാംകൂർ ദിവാനായിരുന്നു. നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലിയുടെ പത്രമായ സ്വദേശാഭിമാനി പത്രത്തെ കണ്ടുകെട്ടുകയും സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തത് പി രാജഗോപാലാചാരിയാണ്. ഇവിടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സതിസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? റിപ്രൻ പ്രഭു, വില്യം ബെന്റിക് പ്രഭു, ലിട്ടൺ പ്രഭു, നോർത്ത് ബ്രൂക്ക് പ്രഭു. ആരാണ്? യെസ്, ആൻസർ സിമ്പിൾ ആണ് അല്ലെ? വില്യം ബെന്റിക് ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, അതെന്താ രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ ഇല്ലാത്തെ? ഇവിടെ ചോദ്യം എന്താടാ? ഒരു നിയമം മൂലം ഏതെങ്കിലും ആചാരങ്ങളോ അനാചാരങ്ങളോ വസ്തുതകളോ നിർത്തലാക്കേണ്ടത് ഭരണാധികാരിയുടെ ചുമതലയാണ്. മറ്റു വ്യക്തികൾക്ക് അതിന് പ്രേരണ നൽകാം, പ്രചോദനം നൽകാം. അപ്പോ ഇന്ത്യയില് സതി സമ്പ്രദായം നിർത്തലാക്കാൻ പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് തന്നെ, ഒരു സംശയവും വേണ്ട. എന്നാൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര് എന്നാണ് ചോദ്യമെങ്കിൽ അത് വില്യം ബെന്റിക് ആണ്. 1829 ഡിസംബർ 4-ാം തീയതിയാണ് സതിയനുഷ്ഠാനം നിരോധിക്കുക. പക്ഷേ അതിനുശേഷം സതിയനുഷ്ഠാനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കട്ട പ്രവിശ്യയുടെ ഗവർണർ ജനറൽ ആയിരിക്കുമ്പോഴാണ് വില്യം ബെന്റിക് ഈ ഒരു കാര്യം ചെയ്യുക. ഇന്ത്യയുടെ മറ്റു ഭൂപ്രദേശങ്ങളിലും സതിയനുഷ്ഠാനം ഉണ്ടായിരുന്നു, ചുരുക്കം ചില പ്രദേശങ്ങളിലെങ്കിലും. അപ്പോ സ്വതന്ത്ര ഇന്ത്യയിൽ പോലും സതിയനുഷ്ഠാനം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുക. ആ സ്വതന്ത്ര ഇന്ത്യയിൽ പോലുമുള്ള സതിയനുഷ്ഠാനത്തെ കർശനമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സതി നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. സതി നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് 1987 നിങ്ങൾ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഒക്കെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. സതി നിരോധന നിയമം പാസ്സാക്കിയത് 1987 ഇന്ത്യൻ പാർലമെന്റ്. അപ്പൊ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. ഇനി സതി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ഈ സതിയനുഷ്ഠാനം കേരളത്തിലുണ്ടായിരുന്നു. പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്നു. സംഘകാലത്ത് ഉണ്ടായിരുന്നു. സംഘകാലമാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന മേഖലയിൽ നിങ്ങൾ പഠിക്കേണ്ടി വരിക. സംഘകാല കൃതികളിൽ അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകളിൽ സതിയനുഷ്ഠാനം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഉടന്തടിച്ചാട്ടം. സംഘകാല കൃതികളില് അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകളില് അല്ലെങ്കിൽ കേരള ചരിത്രത്തില് സതിയനുഷ്ഠാനം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? എന്താണ്? ഉടന്തടിച്ചാട്ടം. അതുകൂടെ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ഇനി സതി സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെന്റിക് ആണ്. അതിന് പ്രചോദനം നൽകിയത് രാജാറാം മോഹൻ റോയ് ആണ്. സതി അനുഷ്ഠാനം അല്ലെങ്കിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയതിനെ ചോദ്യം ചെയ്ത ഇന്ത്യക്കാരനാണ് രാധാകാന്ത് ദേവ്. അദ്ദേഹം പുരോഗമനവാദിയല്ല, പാരമ്പര്യവാദിയാണ്. പാരമ്പര്യവാദിയായ രാധാകാന്ത് ദേവ് സതിയനുഷ്ഠാനത്തെ അനുകൂലിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സതിസമ്പ്രദായം നിർത്തലാക്കിയതിനെ എതിർത്ത ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവ് അഥവാ പാരമ്പര്യവാദി ആരെന്ന് ചോദിച്ചാൽ രാധാകാന്ത് ദേവ് ആണ്. മറക്കരുതേ, രാധാകാന്ത് ദേവ്. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മിച്ചു. തീർച്ചയായിട്ടും
1853 ഏപ്രിൽ മാസം 16-ാം തീയതിയായിരുന്നു ആ റെയിൽവേ പാതയിലൂടെ ആദ്യമായി എന്ത് ചെയ്തത്, സഞ്ചരിക്കുന്നത്. അപ്പോ ഒരു കാര്യം കൂടെ ഞാൻ അവിടെ സൂചിപ്പിക്കാം. 1853 ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം ആരംഭിച്ചു. 2 റെയിൽവേ ലൈനുകളാണ് ആരംഭിച്ചത്. ഒന്ന് ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടും 2 യാത്രയ്ക്ക് വേണ്ടി. യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറ് അല്ലെ. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചു. അത് യാത്രക്കാർക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ റെയിൽവേ ലൈൻ ഏതാണെന്നതാണ് ചോദ്യമെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ റെയിൽവേ ലൈൻ ഏതോട്ട് ഇതുവരെ കൽക്കട്ട മുതൽ കൽക്കട്ടയിലേക്ക് സമീപമുള്ള അല്ലെങ്കിൽ ബംഗാൾ പ്രവിശ്യയിലെ പ്രധാന കൽക്കരി ഖനിയായ റാണിഗഞ്ച് വരെ. ഇന്ത്യയിലെ രണ്ടാമത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് കൽക്കട്ട മുതൽ റാണിഗഞ്ച് വരെയാണ് കേട്ടോ. ഈ റാണിഗഞ്ച് വരെ എന്ന് പറയുമ്പോൾ അത് ചരക്ക് നീക്കത്തിന് വേണ്ടി പ്രത്യേകിച്ച് റാണിഗഞ്ച് എന്ന കൽക്കരി ഖനിയിൽ നിന്ന് കൽക്കരി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ, രണ്ടാമത്തത് കൽക്കട്ട മുതൽ റാണിഗഞ്ച് വരെ. 1853 ഡൽഹൌസി തന്നെയാണ്. ഇനി ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. തീർച്ചയായും ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി തന്നെ. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും? ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയും അല്ലെ. സതിസമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചു. ആണോ? അല്ല. സതിസമ്പ്രദായം നിരോധിച്ചത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. വില്യം ബെന്റിക് പ്രഭു സതിസമ്പ്രദായം നിരോധിച്ചു, കൂടാതെ ശൈശവ വിവാഹവും നിരോധിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ശിശുഹത്യ നിരോധിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 1802 റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. ഇന്ത്യയിലെ പെൺ ശിശുഹത്യ നിരോധിക്കുന്നത് 1846 ഹാർഡിഞ്ച് ഫസ്റ്റ് ആയിരുന്നു. ആരാണ്? ഹാർഡിഞ്ച് ഫസ്റ്റ്. ഓക്കെ, ഇന്ത്യയിലെ ശിശുഹത്യ നിരോധിക്കുന്നത് 1802 റിച്ചാർഡ് വെല്ലസ്ലി. പെൺ ശിശുഹത്യ നിരോധിക്കുന്നത് 1846 ഹാർഡിഞ്ച് എന്നാണ്. വില്യം ബെന്റിക് നിരോധിക്കുന്നത് സതി സമ്പ്രദായവും കൂടാതെ ശൈശവ വിവാഹവും. ചരിത്രപരമായി ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, സതിസമ്പ്രദായവും ശൈശവ വിവാഹം നിരോധിക്കുന്ന വില്യം ബെന്റിക്കാണ് 1829 തന്നെ. ഇന്ത്യയിലെ ശിശുഹത്യ നിരോധിച്ചത് 1802 റിച്ചാർഡ് വെല്ലസ്ലി. പെൺ ശിശുഹത്യ നിരോധിച്ചത് 1846 ഹാർഡിഞ്ച് ഒന്നാമൻ എന്ന ഗവർണർ ജനറൽ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ശരിയായതാണ് ചോദ്യം. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ടത് 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭു, ലിട്ടൺ പ്രഭു, വില്യം ബെന്റിക് പ്രഭു, ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഡൽഹൌസി പ്രഭു എന്നാ കൊണ്ടുവരിക? 1848. അതുപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് സത്താറയാണ്. സത്താറ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമായിരിക്കും? നിയമം കൊണ്ടുവന്ന് 48 തന്നെ, 1840. അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതായിരുന്നു? ഔദായിരുന്നു, 1856 അല്ലെ. മറക്കില്ലല്ലോ. അടുത്ത ചോദ്യം. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളിൽ ശരിയായത് ഇത്? ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും. ശരിയാണോ? സ്വരാജ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വന്ദേ മാതരം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടത്തിയ ആശയപ്രചരണമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് പല വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ആ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ചിലത് സായുധ സമരത്തിലേക്ക് പോയി, മറ്റു ചിലത് ആശയപരമായ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക്. ഇതാണ് പിൽക്കാലത്ത് നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാന വസ്തുത എന്ന് പറയുന്നത്. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനത്തിന് എതിരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയയുടെ ഉദയത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന് ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ നയവുമാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. സ്വദേശി പ്രസ്ഥാനം എന്നാരംഭിക്കുക 1905 ഓഗസ്റ്റ് മാസം 7-ാം തീയതി അല്ലെ. അതിന്റെ ഓർമ്മ നിലനിർത്തുവാൻ ഇന്നും ഓഗസ്റ്റ് 7-ാം തീയതിയെ എന്തായി കണക്കാക്കുന്നു?
ഖാദി ദിനമായി കണക്കാക്കുന്നു. ഖാദി ദിനമായി ആചരിച്ചു തുടങ്ങിയത് 2015 മുതലുമാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7. അതിന്റെ ഓർമ്മ നിലനിർത്തുവാൻ ഓഗസ്റ്റ് 7 ഖാദി ദിനമായി കണക്കാക്കുന്നു. ഖാദി ദിനമായി ഓഗസ്റ്റ് 7 പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ ഏത് വർഷം? 2015. പത്രങ്ങളിലും ആനുകാലികങ്ങളും തീർച്ചയായിട്ടും ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ലഘുലേഖകൾ, പത്രങ്ങൾ, മാസികകൾ എന്ത് പേരിൽ തന്നെ ആരംഭിച്ചു? സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായ വന്ദേ മാതരം എന്ന പേരിൽ. വന്ദേ മാതരം എന്ന പേരിൽ നമ്മുടെ ആനി ബെസന്റ് ലഘുലേഖകൾ ആരംഭിച്ചു. ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെ? അരവിന്ദ ഘോഷ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ വന്ദേ മാതരം എന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യത്തിന്റെ പേരിൽ പത്രങ്ങളും മാസികകളും ലഘുലേഖകളിലൂടെയും ആശയപ്രചരണം നടത്തി. ഇതും ദേശീയതയ്ക്ക് കാരണമായി. ശരിയാണോ? ശരിയാണ്. ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും ബ്രിട്ടീഷ് പോളിസീസ് കാരണമായോ? കാരണമായി. ഈ ഇൽബർട്ട് ബിൽ എന്താണ്? ഇൽബർട്ട് ബില്ല് 1883 ഈ ഇൽബർട്ട് ബില്ല് 1883 പാസ്സാക്കിയത് റിപ്പൺ പ്രഭു ആയിരുന്നു. അപ്പൊ റിപ്പൺ പ്രഭു പാസ്സാക്കിയതിനെതിരെ പ്രശ്നമുണ്ടോ? റിപ്പൺ പ്രഭു എന്ന് പറയുമ്പോൾ ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന ആളാണ്, അല്ലെ? അദ്ദേഹം ഇന്ത്യക്കാർക്ക് എതിരെയായിട്ട് രൂപീകരിക്കുമോ? അപ്പൊ ഇൽബർട്ട് ബില്ലല്ല, ഇൽബർട്ട് ബിൽ വിവാദമാണ് ദേശീയതയ്ക്ക് കാരണമായത്. ഈ ഇൽബർട്ട് ബില്ലിലൂടെ റിപ്പൺ പ്രഭു ഇന്ത്യക്കാർക്ക് ഫേവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. ഇൽബർട്ട് ബില്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീതിന്യായ വ്യവസ്ഥ, അതായത് ജുഡീഷ്യറി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയില് ബ്രിട്ടീഷുകാര് കോടതികളൊക്കെ ആരംഭിച്ചു, അല്ലെ? ഇന്ത്യക്കാർക്ക് കോടതികളിൽ ജഡ്ജിയാവാൻ പറ്റുമോ? പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ബോംബെ ഹൈക്കോടതിയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ജഡ്ജി ആയിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയിലെ കോടതികളിൽ, ഈവൻ മുൻസിഫ് കോടതി ആയിക്കോട്ടെ, ജില്ലാ കോടതികളായിക്കോട്ടെ, ഹൈക്കോടതികളായിക്കോട്ടെ, ഒരുപാട് പേര് ജഡ്ജിമാരായിട്ടുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ 1857 വിപ്ലവ കാലഘട്ടത്ത് ഇന്ത്യക്കാരായ തടവുകാരെ വിചാരണ ചെയ്യുന്ന ജഡ്ജായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരായിരുന്നു ദ കേസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാർ ഒരുപാട് പേര് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജഡ്ജിയായി ജോലി ചെയ്തിട്ടുണ്ട്. ജോലിക്ക് അവർക്ക് ശമ്പളമൊക്കെ കിട്ടും, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ഇന്ത്യക്കാരെ മാത്രമേ വിചാരണ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബ്രിട്ടീഷ് പൗരന്മാരായ ബ്രിട്ടീഷ് ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാരെയും ഇന്ത്യക്കാരെയും വിചാരണ ചെയ്യാം. അതുകൊണ്ട് തന്നെ റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1883 ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കാരായ ജഡ്ജിമാർ ബ്രിട്ടീഷ് പൗരന്മാരായ ജഡ്ജിമാരും തമ്മിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ. ഈ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് പ്രകാരം ഇന്ത്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷ് പൗരന്മാരെയും വിചാരണ ചെയ്യാൻ അനുമതി ലഭിച്ചു. ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇന്ത്യൻ പൗരന്മാരെയും ബ്രിട്ടീഷ് പൗരന്മാരെയും വിചാരണ ചെയ്യാം. ബ്രിട്ടീഷ് പൗരന്മാരെ പോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് അധികാരം ലഭിക്കുക. ഇന്ത്യൻ പൗരന്മാരായ ജഡ്ജിമാരാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പൗരന്മാരെയും വിചാരണ ചെയ്യുവാൻ അനുവാദം നൽകുന്നു. പക്ഷേ 1 വർഷത്തിൽ കൂടുതൽ ഇതിന് ആയുസ് ഉണ്ടായിരുന്നില്ല. 1884 ഈ ഇൽബർട്ട് ബില്ലിനെ ചൊല്ലി വിവാദമുണ്ടായി. അതിന്റെ പേരിൽ റിപ്പൺ പ്രഭുവിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നു. റിപ്പണെ ഇംപീച്ച്മെന്റ് ചെയ്യേണ്ട പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇൽബർട്ട് ബിൽ വിവാദം. തുടർന്ന് റിപ്പൺ ഇവിടെ നിന്ന് രാജിവെച്ച് പോകുന്നു. അങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. ഇതും ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ അവരുടെ അടിമകളായി ചിത്രീകരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കി. അതും ഒരു കാരണമാണ്. യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. അത് നമുക്ക് ചാൻസ് ഇല്ല. കാരണം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ. തുർക്കിയിലെ ഖലീഫയെ 1-ാം ലോക മഹായുദ്ധാനന്തരം സ്ഥാനഭ്രഷ്ടനാക്കുകയും തുർക്കിയുടെ അധീന പ്രദേശങ്ങൾ ബ്രിട്ടൻ ഏറ്റെടുക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായത് എവിടെയാണ്? ഇന്ത്യയിലാണ്, അല്ലെ? ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിലെ മുസ്ലിങ്ങളുടെ ആധ്യാത്മിക പിതാവായ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയതയ്ക്ക് കാരണമാവുന്നുണ്ടോ? ഉണ്ട്.
അപ്പോ ഉത്തരം എന്താണ്? എല്ലാം ശരി എന്നതാണ്, അല്ലെ? ബംഗാൾ വിഭജനം വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിവാദവും യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? സാന്താൾ എന്ന് പറയുന്നത് ഗോത്രവിഭാഗമാണ്, അല്ലെ? യെസ്. ഓപ്ഷൻ എ മിൽക്കിയത്, ഓപ്ഷൻ ബി ഗിദ്മത്, ഓപ്ഷൻ സി ദാമിൻ ഇക്കോ, ഓപ്ഷൻ ഡി ജംഗ്ലി. കർഷകരായ ഗോത്രവിഭാഗക്കാരാണ് സാന്താളർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏ കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിഭൂമിയിലായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവും, അല്ലെ? ദാമിൻ ഇക്കോ, സാന്താളർ വസിച്ചിരുന്ന അതിഭൂമി എന്ന് പറയുന്നത് ദാമിൻ ഇക്കോക്ക് എന്നാണ് അറിയപ്പെടുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1857, 58, 59, 60. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. എന്നിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയപ്പോ പാർലമെന്റ് പറഞ്ഞത് ഇതായിരുന്നു: 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കച്ചവട സ്ഥാപനത്തിൽ നിന്ന് അധികാരം ആരേറ്റെടുക്കുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക്, ഇന്ത്യൻ ജനങ്ങൾക്ക് ഇനി എന്താണ് സന്തോഷത്തോടെ ജീവിക്കാം, അവർക്ക് ഉതകുന്ന ഭരണമാണ് നമ്മൾ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞു ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിയമം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് നിയമത്തെ വിളിച്ചു ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. പിന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഈ നിയമം തന്നെയാണ്, അല്ലെ? അപ്പോ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്. തീർച്ചയായിട്ടും ആരുടെ കാലഘട്ടത്ത്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത്. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ റിച്ചാർഡ് വെല്ലസ്ലിയാണ്, അല്ലെ? രണ്ടാമത്തെ തെറ്റാണ്, ഒന്ന് ശരിയാണ്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, അവരുടെ ചിലവ് വഹിക്കുകയും വേണം. ശരിയാണ്. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം, അല്ലെ? കറക്റ്റ് ആൻസർ 1ഉം 3ഉമാണ്. ചോദ്യം എന്തായിരുന്നു? ബന്ധപ്പെടാത്തതാണ്. ബന്ധപ്പെടാത്തത് തെറ്റായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ 2ആണ് അവിടെ തെറ്റായത്. 2 മാത്രം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആണ്? സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, കഴ്സൺ പ്രഭു, അല്ലെ? അടുത്ത ചോദ്യം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ്? മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, മൊണ്ടേഗു ചുംസ്ഫോർഡ് പരിഷ്കാരം, റൗലത്ത് നിയമം, 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന് നമ്മൾ അൺഒഫീഷ്യലി വിളിക്കും. ഈ ഭരണപരിഷ്കാരങ്ങൾക്ക് കാരണമായ നിയമത്തിന്റെ പേര് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമമാണ്. 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഈ 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട ചുമതല അപ്പോഴത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മോർലിക്കായിരുന്നു. ആ നിയമം നടപ്പിലാക്കേണ്ട ചുമതല ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയിയായ മിന്റോ പ്രഭുവിനും. അതുകൊണ്ടാണ് 1909 ഇന്ത്യൻ കൗൺസിൽ നിയമത്തെ അൺഒഫീഷ്യലി മിന്റോ മോർലി റിഫോംസ് എന്ന് വിളിക്കുക, അഥവാ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒഫീഷ്യലി നിയമത്തിന്റെ പേരെന്താ? 1909 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് മിന്റോ പ്രഭു ആയിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം. അതുകൊണ്ട് സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ്, സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ പേര് പറയണം? മിന്റോ സെക്കൻഡിന്റെ പേര് പറയണം. മിന്റോ സെക്കൻഡ്, മിന്റോ രണ്ടാമൻ. സാമുദായിക സംവരണ മണ്ഡലങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മിന്റോ രണ്ടാമനാണ്. ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സെറ്റാണേ? യെസ്. അപ്പോ നമ്മള് മുൻവർഷ ചോദ്യങ്ങൾ, ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേയധികം മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് PSC ചോദിക്കുമ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട 1857 വോർ.
മറ്റുള്ളതുകൊണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ 1857 വിപ്ലവത്തിലെ പ്രധാന വിപ്ലവ കേന്ദ്രങ്ങളും സ്ഥലങ്ങളൊക്കെയാണ്. ആ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരും. അപ്പൊ ഇത് രണ്ടാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ടിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലുണ്ടാവണം. നമ്മൾ കുറേയധികം കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചു. അതും തീർച്ചയായിട്ടും ഓർത്തു വെക്കണം. കാരണം PSCയുടെ എന്താണ് പാറ്റേൺ, ചോദ്യ നിലവാരം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ചോദ്യ മേഖല മനസ്സിലാക്കാനാണ് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക. എന്നാൽ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണ്ടന്റും പഠിച്ചു വെക്കണം. കാരണം നമ്മൾ ചോദ്യ മേഖലയാണ് അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദ്യമേഖല അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വസ്തുതകളോട് പഠിച്ചു പോയാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും സ്കോർ ചെയ്യാൻ പറ്റും. അതിന് സംശയമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അവിടെ നമ്മൾ പഠിക്കുന്ന പ്രധാനം 1857 വോൾട്ടിന്റെ റിവിഷൻ ആയിരിക്കും. ഓക്കെ, യെസ്, ബൈ ബൈ.